പെമ്പിള്ളേരുടെ തെണ്ടിത്തരം പറഞ്ഞതിന് ഞാൻ ഇയാളെ തന്തക്ക് വിളിച്ച് അതിന് ഇയാൾ എന്ത് ചെയ്തറിയോ? ഇത് മലപ്പുറത്തുകാർ മലപ്പുറത്താറ മുന്നിൽ വെച്ചിട്ട് അതിന്റെ ബാക്കിൽ ഇങ്ങനെ വിളിച്ചു വെക്കുക. മലപ്പുറത്താറ തൊപ്പി തന്തക്ക് വിളിച്ചാ നോക്ക്, മലപ്പുറത്താറ തൊപ്പി. അതായത് സ്വന്തമായിട്ട് ഇത് എടുക്കാനുള്ള ആണത്തും ഇല്ല ഈ നാരിക്ക്, ഈ തന്തയില്ലാത്ത കഴിവർക്ക് ഇത് സ്വന്തമായിട്ട് എടുക്കാനുള്ള ത്രാണിയില്ല, അതിനുള്ള ഗഡ്സ് ഇല്ല. എന്നിട്ട് എന്ത് ചെയ്ത് മലപ്പുറം എന്ന് പറയുന്ന ആ നാട്ടിലെ ആ ജനങ്ങളെ മുന്നിൽ വെച്ചിട്ട്, അതായത് ഇല്ലാത്ത കാര്യം പറഞ്ഞിട്ട്, ഞാൻ പറയാത്തൊരു കാര്യം പറഞ്ഞു നട്ട് കള പറഞ്ഞിട്ട്, പച്ച കള്ളം പറഞ്ഞിട്ട് അതിന്റെ ബാക്കിൽ വിളിച്ചിട്ടാ മലപ്പുറത്താറ മുന്നിൽ വെച്ചിട്ട് ബാക്കിൽ നിൽക്കുകയാണ് ഈ ശിഖണ്ഡി. അതായത് കാര്യം ഇവനൊരു ശിഖണ്ഡിയാടാ, ഇവനൊരു നാണും മാനവും ഇല്ലടാ, ഇവനൊരു നാണും മാനവും ഇല്ല. അതായത് ഇത്രയും ആൾക്കാർ കാണുന്ന ലൈവിൽ, ഇന്നലത്തെ ലൈവിൽ എത്ര വാച്ചിങ് ഉണ്ടായിരുന്നു? ഇന്നിപ്പോ എത്ര? 35,000 വാച്ചിങ്. ഇന്നലത്തെ ലൈവില് ഏകദേശം 30,000-ന് മുകളിൽ 32,000-ഓളം വാച്ചിങ് ഉണ്ടായിരുന്നു. മനസ്സിലാ? ഇത്രയും ആൾക്കാർ കാണുന്ന ലൈവില് ഞാൻ പറഞ്ഞ കാര്യം, അതായത് എല്ലാവർക്കും അറിയാം ഞാൻ മലപ്പുറത്താരൊന്നും പറഞ്ഞിട്ടില്ല, ഞാൻ വിളിച്ചത് ഇവന്റെ അന്തക്കാന്ന്. പക്ഷെ എന്നിട്ടും അവിടെ പോയി ഒരു പച്ചക്കള്ളം പറയാം. അത് എങ്ങനെയാന്ന് അതിനുള്ള, അതെന്തൊരു ഹിജടയാണ് ഇവൻ. ഈ കുണ്ട ഷാജാൻ ഒരു നാണുമാനും ഇല്ലടാ, നാണുമാനും ഇല്ല ഇവന്. അയ്യേ എടാ, മുട്ടുമ്പോ ആണുങ്ങളോട് മുട്ടണമെന്നുണ്ടോ എനക്ക്? ഇങ്ങനത്തെ ഹിജടകളോട് മുട്ടാൻ എനക്ക് കുറച്ച് ഒരു ഇതുണ്ടാണ്, എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. കാര്യം വരാല, ഇങ്ങനത്തെ അമ്മമാരോട് മുട്ടാൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഒരു തുള്ളി ഒളുപ്പുണ്ടെങ്കിൽ ഇല്ലാത്തൊരു കാര്യം മലപ്പുറത്തുകാരെ തന്തക്ക് തൊപ്പി വിളിച്ചതെന്നും പറഞ്ഞാണ് അയാൾ പ്രചരിപ്പിച്ചത്. അല്ല, അത് വേറൊരു കാര്യമുണ്ട്. ഇതിന്റെ കമന്റ്സ് ചോദിക്കോ, ഇതിന്റെ കമന്റ്സിൽ കോമഡി ഉണ്ട്. ഇതിന്റെ കമന്റ്സ് ഫുള്ള് ഇതാ, ഞാനും മലപ്പുറമാണ്, തൊപ്പി പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല, നീയൊക്കെയാണ് മലപ്പുറത്തെ പറയിപ്പിക്കുന്നത്. ഇതാ, മലപ്പുറത്തെ പിള്ളേരല്ല നിന്റെ മാത്രം, മലപ്പുറത്തെ പിള്ളേരെ പറഞ്ഞോ നിന്നെ അല്ലേ. അതായത് എല്ലാവർക്കും മനസ്സിലായി റീച്ച് ഉമാൻ ഉണ്ട്, മുമ്പിട്ട് പോടാ. എടാ, ഇതിൻ്റെ ഇടയ്ക്ക് വേറൊരു സംഭവമുണ്ട്. കുര്യാക്കോസ് ഇതിൻ്റെ താഴെ പോയിട്ട് തെറി കമന്റ് ചെയ്തേട്ടാ, അത് ഞാൻ പറയാൻ നിൽക്കുകയാണ്. ഇവിടെ ആരും പോയിട്ട് തെറി കമന്റ് ചെയ്യാൻ ഇതിനെ ഒന്നിനും നിൽക്കല്ല. നമ്മൾ ആ പരിപാടി ഇല്ല, മനസ്സിലായി? നമ്മൾ സ്റ്റാൻഡേർഡ് വിട്ടിട്ടുള്ള പരിപാടി ഇപ്പം ഇല്ല, അത് നമ്മൾ നിർത്തിയാണ്. കുര്യാക്കോസ് ഇങ്ങനത്തെ പരിപാടി ആണെങ്കിൽ അത് ഡിലീറ്റ് ചെയ്യണം, കമന്റ് ഡിലീറ്റ് ചെയ്യണം. ഞാൻ പറയാം, ഡിലീറ്റ് ചെയ്തില്ലേ? അവൻ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ പറയുന്ന വെച്ചാല് ആസിഫ് റിയാക്ഷൻ നോക്കാം. ആസിഫ് റിയാക്ഷനിൽ നോക്കാം. വെയിറ്റ് ആക്ക്. ആദ്യം ഇത് തീരണ്ടേ, ഇവനെ വിളിക്കണ്ടേ, നമുക്ക് ഇവനെ കോളാക്കണ്ടേ. ഇതൊക്കെ വെയിറ്റ് ആക്കാം. ആള് വിടട്ടെ. 35K വാച്ചിങ് ആയിട്ട് ആള് വിടട്ടെ. അപ്പൊ എനിവേ സ്റ്റാർട്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഇങ്ങനെയുള്ള നാണം കെട്ടവന്മാരാ. കാര്യം പറയില്ല, ഇവരെ സപ്പോർട്ട്, ഏറ്റവും വലിയ അത്ഭുതം എന്താ പറയുക, ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടാ. ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് 2-3 ആൾക്കാരുണ്ട്. അത് സാധാരണക്കാരല്ല, ഇവര് ഇൻഫ്ലുവൻസേഴ്സ് കൂട്ടായ്മയിലുള്ള ആൾക്കാരാണ്. മനസ്സിലാ? അതായത് ഇവരങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ടേംസിലുണ്ടാവും, ഇവരങ്ങോട്ടും ഇങ്ങോട്ട് കൊളാവല്ലടിച്ചിട്ട് ഇവരങ്ങോട്ടും ഇങ്ങോട്ട് ബിസിനസ് ഉള്ള ആൾക്കാരില്ലേ, ഇവനെ സപ്പോർട്ട് ചെയ്യുന്നതാ. അതാണ് എനിക്ക് ഏറ്റവും വലിയ അത്ഭുതം. മനസ്സിലായോ? അത് എന്തൊരു കുടുംബശ്രീ എന്നൊന്നും പറയാൻ പറ്റില്ല. ഇവര് ഭയങ്കര ഒരു അത്രയും താന്നാണ് കുടുംബശ്രീയിൽ, എത്രയും നല്ല. നിങ്ങൾ എന്താ പറയുന്നത്? നമ്മൾ എത്ര പേരെ കണ്ടത്? വീഡിയോ എത്ര പേരെ കണ്ടേ? ഇത് മാത്രമേ പറയും, ഇയാൾ വെറും തെറി മാത്രമേ ഉള്ളൂ. ഇയാൾ സംസാരം ഈ കോൾ എന്നിട്ട് നിങ്ങൾ സ്പാം ചെയ്യില്ല. ഇപ്പൊ കോൾ ചെയ്താലും ഇയാള് മര്യാദക്ക് സംസാരിച്ച് പിടിച്ചിട്ടാണ്, ബാക്കി ഇതില്ല. ഇയാൾക്ക് നാവില്ലടാ, ഇയാൾക്ക് തെറി വിളിക്കാൻ മാത്രമേ അറിയൂ. മനസ്സിലായോ? മാറിപ്പോയി. ഇതെന്താണ് നായിന്റെ മോനെ പറഞ്ഞത്? മലപ്പുറത്തെ പിള്ളേര് തന്തല്ലാത്തവരാണെന്നോ? കളമായ അന്റെ തള്ളിയും തന്തി അന്നെ ഒഴിവാക്കിയുള്ള മായ. ഇന്ന് എന്റെ വാപ്പാനെ വിളിച്ചു, നാളെ നിങ്ങളെ വാപ്പാനെ വിളിച്ചാൽ നിങ്ങൾ പ്രതികരിക്കുവോ? നിങ്ങൾ കമന്റ് ഇടാ. ഷാജാനക്ക് ഞാൻ വേറൊരു കാര്യം പറയാം, കോളിൽ പറയാം. നിങ്ങൾ കമന്റ് ഇടി. ഏത് കളിട്ടെ ഈ മുട്ടുകാല് പറക്കൂല. നായിന്റെ മോൻ തൊപ്പി അടിച്ചിട്ട് മൂന്നതേ പല്ലിനെ പോയിട്ട് നായെ. ആ ഒറ്റ കാര്യം മാത്രം എനിക്ക് കാര്യം പറഞ്ഞല്ലോ, ബാക്കിയല്ലോ ഒക്കെ ആ ഒറ്റ കാര്യം. ഇതെന്തേ എടേ? അപ്പൊ ഷാജാനൊക്കെ പൂക്കിയായിരുന്നാ? ഇയാളല്ലേ ഇപ്പൊ എന്തോ കറളുവാ? ഹായ് കറളു, ഹായ് തൊപ്പി. ഇതാണ് ഇമോജി. ഇതെന്ത് സംഭവം? അതെന്ത് സംഭവം?
ഓൾഡ് തൊപ്പി കമ്പേക്കുന്നത് ഇല്ലടാ, ഇല്ല. തെറീൻ്റെ ആ ഒരു അങ്ങനത്തെ ലോ സ്റ്റാൻഡേർഡിലേക്ക് നമ്മൾ ഒരിക്കലും തിരിച്ചു പോകില്ല. ഓക്കെ, ഒരിക്കലും ആ ഒരു അങ്ങനെ താവില്ല നമ്മൾ, മനസ്സിലാവും. എത്ര വലിയ തെറി നമ്മളെ ഇങ്ങോട്ടേക്ക് വിളിച്ചാൽ അങ്ങോട്ട് അങ്ങനെ തെറി അഭിഷേകം നടത്തിയിട്ടുള്ള പരിപാടി നമുക്കില്ല, മനസ്സിലാവും. അത് നമ്മൾ നിർത്തി. ഓക്കെ, മാന്യമായിട്ടൊന്നല്ല, പറയേണ്ടടുത്ത് പറയും. ഒരു മയത്തിലെല്ലാം കാര്യങ്ങൾ പറയും, അല്ലാണ്ട് അങ്ങനെ ഹാർഡ് തെറി കട്ട പച്ച തെറിയായിട്ട് ഞാനൊരിക്കലും ആ ഒരു ഇതിലേക്ക് പോകില്ല. നിങ്ങൾ ആലോചിക്കുക, പണ്ട് ഞാൻ തെറി വിളിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ ഷാജാനും ഈ പാണ്ടിക്കാട് കുഞ്ഞാൻ എനിക്ക് എപ്പോൾ ഷാജാന്റെ പേര് പറയുമ്പോൾ പാണ്ടിക്കാട് കുഞ്ഞാന്റെ വായിൽ വന്നു. കാരണം ഇയാൾ കറക്റ്റ് എന്തോ ഇവരെ ആക്സെന്റോ എന്തോ എനിക്ക് ഇവരെ എന്തോ ഒരു കണക്ഷൻ സംഭവം ഒരു ബന്ധമില്ല ഇവർ തമ്മിൽ. അത് പറഞ്ഞു വന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഇവരെല്ലാം പണ്ട് ഇവരെ ഫേസ്ബുക്ക് കൂട്ടായ്മല്ലേ നമ്മൾ തെറി വിളിക്കുന്നതിനെല്ലാം എന്തെല്ലോ പറഞ്ഞു വിമർശനമായിട്ട് നിന്നത്. ഇപ്പൊ നേരെ തിരിച്ചായി. ഇപ്പൊ ഇവര് ഇങ്ങനെ റീച്ചിന് വേണ്ടി കഷ്ടപ്പെട്ട് തെറി വിളിക്കലും ഇതന്നെ പരിപാടി, നാണം കെട്ട പരിപാടി. നമ്മൾ മൊത്തം സ്റ്റാൻഡേർഡ് മോഡലിലേക്കും പോയി. ഇതെന്തല്ലേ ലോകം ഇങ്ങനെ മാറുന്നല്ലേ, എന്താ അവസ്ഥ അല്ലേ? നിങ്ങൾക്ക് എൻ്റെ ഫോളോ ചെയ്താൽ മാത്രം, എടാ ഇവനെ ഫോളോ ചെയ്യാൻ എനിക്ക് ഒരു താല്പര്യമില്ല, പക്ഷെ ഫോളോ ചെയ്താൽ മാത്രമേ എൻ്റെ കോൾ ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഓക്കെ, എനിവേസ് ഗൈസ്, ലെറ്റ്സ് കോൾ അവർ മുത്ത് ഷാജഹാൻ ഷാ. പക്ഷെ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാൻ തെറിയെല്ലാം പോട്ടെ, എൻ്റെ ഉപ്പാനും എൻ്റെ ഉപ്പയും എന്നെ ഒഴിവാക്കിയെന്ന് പറഞ്ഞാൽ എനിക്കെന്തോ അത് കേട്ടാണോ, അത് എനിക്ക് കേട്ടെ. ഇല്ല ഏല് കാണിക്കൂലല്ലോ. റിംഗ് കാണിക്കോ? ഇൻസ്റ്റ റിംഗ് കാണിക്കോ? എടുത്തോടെ ഞാൻ എന്താ പറയുക, ഒളിച്ച് കട്ടിന്റെ അടിയിൽ ഒളിച്ച് ഷാജഹാൻ കാക്ക കട്ടിന്റെ അടിയിൽ ഒളിച്ച് ഷാജഹാൻ കാക്ക ഓടി, തലയിൽ പുതപ്പ് ഇട്ടിട്ട് തലയിലൊരു മുണ്ടും പൊതിച്ചിട്ട് ഓടി. എടുക്കടാ ഷാജഹാന, ഓടി കട്ടിന്റെ അടിയിൽ ഒളിച്ച്. ഒരു മിനിറ്റ്, ഒരു ഓടിയോ ഇടാം. ഫോൺ എടുക്ക് കർലു. എടാ ഷാജഹാനിക്ക ഈഗോ അടിച്ച ഒരാൾ ഫോൺ എടുക്കാൻ, ഈഗോ ഉണ്ടെങ്കിൽ ഫോൺ എടുക്കണം. ഈഗോ ഉള്ള ആൾ ഫോൺ എടുക്കുക, മനസ്സിലാവും. ഈഗോ ഉള്ള ആൾ ഫോൺ എടുക്കുക. അത് ഞാൻ ഒരു കാര്യം പറയല, ഈഗോ ഉള്ള ആൾ എന്തായാലും ഫോൺ എടുക്കുക. കോൾ ആസിഫിനെ വിളിച്ചാലോ? ആസിഫിനെ വിളിക്കണം ചാറ്റ്. ഇത് മൊത്തം നമുക്ക് ഇന്നത്തെ ലൈവ് മൊത്തം ഇതാക്കിയാലോ ടോപ്പിക്ക്. ഇന്ന് ഷാജഹാനിക്കാണ് ടോപ്പിക്ക്, ശരിയായ ടോപ്പിക്ക്. എടാ ഞാൻ കാര്യം പറയാം, ഞാൻ ഇത് വിറ്റ് പൈസ ആക്കണം എന്ന് വിചാരിച്ചു. ഞാൻ ഇത് വിറ്റ് ഇങ്ങനെ ഇതാക്കണം എന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല, വ്യൂസ് കൂട്ടണം എന്ന് ഞാൻ വിചാരിച്ചതല്ല. ഞാൻ നിങ്ങളോട് ചോദിച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഞാൻ കാര്യം പറയില്ല, അതാ ഞാൻ അയാളെ പേര് പോലും ഇതിൽ ക്യാപ്ഷനിൽ ഇടാണ്ട് കോൺട്രവേഴ്സി ടോപ്പിക് എന്ന് മാത്രം ഇട്ടിട്ട് വന്നത്. ഇയാളെ പേര് വെളിപ്പെടുത്തണോ അല്ല മെൻഷൻ അടിച്ച് ഊക്കണോ എന്നല്ല ഞാൻ നിങ്ങളോട് ചോദിച്ച്. പോളിൻ്റെ ഇതനുസരിച്ചിട്ടാണ് ഞാൻ ചെയ്തത്. ഓക്കെ, ഇനി നിങ്ങൾ ഇതാക്കരുത്, കാര്യം പറയില്ല. ഇനി നിങ്ങൾ അങ്ങനത്തെ വർത്താനം പറയരുത്. ഞാൻ ഇത് വിറ്റ് ഇതാക്കാൻ വേണ്ടി വന്നതല്ല. പക്ഷെ എന്തായാലും ഇവിടം വരെ എത്തിയ സ്ഥിതിക്ക് നമുക്ക് ഇനി ഇത് മൊത്തം ചർച്ച ചെയ്യാം. എന്താ പറയുന്നത്? ആസിഫിനെ വിളിച്ചോടാം. ഷാജഹാനിക്ക് അമ്മ എന്താന്നല്ല സീനാക്കൊന്നുമില്ലല്ലോ മെസ്സേജ്. സിന്നു കാസർഗോഡ് ഇന തീരെ കൊടുക്കൂല കേട്ടോ. സിന്നു കാസർഗോഡ് എന്ന് പറയുന്നവന് ഞാൻ ഒരു തുള്ളിയോലും കൊടുക്കൂല കേട്ടോ. കാരണം അവന്റെ മൂഡ് ഒരുമാതിരി അങ്ങനെ ആണോ, ഇത് കാണുമ്പോ കാര്യം അതെന്തോ ഒരു സാധനമാണ് ഈ സിന്നു കാസർഗോഡ് എന്ന് പറഞ്ഞ. കാരണം അതെന്തോ ഭയങ്കര ബോറിങ് ആണെന്ന് ഇങ്ങനെ എന്റെ പേരിട്ടിട്ട് തന്നെ ഒരു 10-25 വീഡിയോ ഇട്ടല്ലേ, ഒന്നും കേറുന്നില്ല. ഏയ് മജാലുണ്ട ഇങ്ങനെ പറഞ്ഞാൽ വരിക. ഏയ് നമ്മളെ തൊപ്പി തുപ്പി തൊട്ട് 25 വീഡിയോ ഇട്ട. അതുകൊണ്ട് എനിക്ക് ഇത് കൊടുക്കൂല. ഷാജഹാൻ കാക്കെല്ലാം കുറച്ച് മാന്യത ഉണ്ടാ. ഒരു വീഡിയോ ഇട്ടിട്ടില്ല. ഇനിയിപ്പോ ഷാജഹാൻ കാക്ക് ജീവിക്കാനുള്ള വക ഞാൻ കൊടുത്തല്ലേ. ഇനി ഇത് വെച്ച് ജീവിക്കാല്ലേ ഷാജഹാൻ കാക്ക. ഇനി നാളെ അടുത്ത വീഡിയോ ഇങ്ങനെ റിയാക്ട് ചെയ്ത് എടാ അല്ല ഞാൻ ഒരു കാര്യം പറട്ടെ, അൺഫോളോ ചെയ്യണം. അൺഫോളോ ചെയ്ത്. എടാ ഞാൻ പറയുന്നത് വെച്ചാല്
ചങ്ങായിക്ക് ജീവിക്കാനുള്ള വക നമ്മൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ടോപ്പിക്ക് മാറ്റൂ, ബോറിങ്ങോ? എടാ നിങ്ങൾക്കപ്പൊ ഇതല്ലേ ഇഷ്ടം? എടാ ഷാജാൻക്കാന്ന് പറയുന്ന ആ മൂട്ട മരടിച്ച് കഴിഞ്ഞാൽ നീ ബോറിംഗ് എന്ന് പറഞ്ഞാൽ ഞാൻ സഹിക്കൂല. ബാക്കിയൊന്നും ഞാൻ സഹിക്കും. അത് മാത്രം ഞാൻ സഹിക്കൂല. ആ ഒരു കടലാമനെ പോലുള്ളൊരു ചങ്ങായി ഉണ്ടല്ലോ,